ഫൈനലി തമിഴ്നാട്ടിൽ ടി.വി.കെ തമിഴ് വെട്രി ഘടകം സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും എന്തിനായിരിക്കണം വിജയിയെ പിന്തുണച്ചത്, അല്ലെങ്കിൽ ടി.വി.കെയെ പിന്തുണച്ചത്? അവിടെയാണ് രാഷ്ട്രീയ പ്രാധാന്യം ഉയരുന്നത്. അണ്ണാ ഡി.എം.കെയും ബി.ജെ.പിയും അലയൻസ് ആയിട്ടാണ് ഈ 2026 നടന്ന തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. രണ്ടു തവണയും വിജയ് ഗവർണറെ കാണാൻ ചെല്ലുകയും സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള ആവശ്യം മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു. രണ്ടു തവണയും ഗവർണർ ആ ആവശ്യം നിരസിക്കുകയും വിജയിയെ അയക്കുകയും ചെയ്തു. ഇതിന്റെ കാരണം എന്താണ്? നമ്മൾ വേറെങ്ങും പോകണ്ട, ഗോവയിലടക്കം നടന്ന സംഭവങ്ങൾ നോക്കിയാൽ മതി. കാരണം ബി.ജെ.പിക്കോട് ഒരു എം.എൽ.എ ഉണ്ടെങ്കിലും കുതിരക്കച്ചവടത്തിലൂടെ ടി.വി.കെയും എ.ഐ.ഡി.എം.കെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുകയും ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രം തമിഴ്നാട്ടിൽ പയറ്റാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കാൻ നോക്കിയെങ്കിലും അവിടെ ഇടതുപക്ഷ പാർട്ടികളോടും കോൺഗ്രസിനോടും വിജയ് സഹായം തേടുകയും പിന്തുണ തേടുകയും ചെയ്തപ്പോൾ അവർ ഒരു മതനിരപേക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് വിജയ്ക്ക് പിന്തുണ കൊടുക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വിജയ് തമിഴകം വാഴുവാൻ പോകുന്നു. തമിഴ് വെട്രി ഘടകത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ് വെണ്ണിക്കൊടി പാറിച്ചിരിക്കുന്നു. ഒരു മതനിരപേക്ഷ സർക്കാരിന് പിന്തുണ കൊടുത്ത ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വർഗീയ ശക്തികളെ ആട്ടിപ്പായിക്കുന്നതിൽ ഇത്രയും ആർജവം കാണിച്ച ടി.വി.കെയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.